ഹലോ മുത്തുമണീസ്, അങ്ങനെ നമ്മളിതേ ഫബിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. എത്തിയ ഉടനെ തന്നെ ഫബിയുടെ അനിയത്തിയുടെ മോൻ വന്നിട്ട് ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 15 വർഷങ്ങൾക്ക് ശേഷം എന്നൊക്കെ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനുണ്ടാവുന്ന സമയത്ത് അവരുണ്ടാവില്ല, അവരുണ്ടാവുന്ന സമയത്ത് ഞാനുണ്ടാവില്ല, അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇല്ലാണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കാലങ്ങളായിട്ട്, കാരണം ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷമാണ് ഉപ്പ, ഉമ്മ, ഞാൻ, ഫബിയുടെ അനിയത്തി, മക്കളെല്ലാവരും കൂടെ. പക്ഷേ ഇപ്പോഴാണെങ്കിലും രണ്ടാളുടെ കുറവുണ്ട്. അനിയത്തിയുടെ ഹസ്ബൻഡിന് എത്താൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ മൂത്ത ആൾ ജൂജു വെല്ലൂരിൽ നിന്ന് വന്നിട്ടില്ല. അവൻ ഇന്ന് രാത്രി ഹോസ്റ്റലിൽ നിന്ന് കയറേ ഉള്ളൂ. രാവിലെ 7 മണിയാകുമ്പോൾ ഇവിടെ എത്താനായിട്ട് നാളെ. അപ്പോഴത്തേക്ക് ഫബിയുടെ അനിയത്തി ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു രണ്ടാളുടെ കുറവും കൂടെ ഉണ്ട്. എങ്കിലും അവരൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുമല്ലോ. ഫബിയുടെ അനിയത്തി അജ്മാൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് പോയി കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കാണാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നാട്ടിൽ ഒരുമിച്ച് കൂടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാലത്ത്, അതായത് ഓണക്കാലത്ത്, നമുക്ക് എല്ലാവരും കൂടെ തന്നെ ഒന്നിച്ച് കൂടുകയും കുട്ടികളും കാര്യങ്ങളും പിന്നെ ചുറ്റുഭാഗത്തും ഓണാഘോഷ പരിപാടികളും നമ്മളും ഓണാഘോഷ പരിപാടിയുടെ ഒരു പങ്കാവാൻ പറ്റുന്നതും എല്ലാം ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവങ്ങളൊക്കെ. അപ്പോൾ ഫബിയുടെ വീട് കണ്ടല്ലോ. ഫബിയുടെ വീടും പിന്നെ ഉപ്പയും ഉമ്മയും ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഒരു മരണം ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് അവർക്ക് വേറൊരു മരണം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനവർ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എത്തിയ ഉടനെ തന്നെ വേഗം ഫബിയുടെ അനിയത്തിയായിട്ട് മക്കളായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ലാലി കിച്ചണിലൊക്കെ കയറിയിട്ട് ഓരോന്നും തപ്പുന്നുണ്ടായിരുന്നു. ബേക്കറിയൊക്കെ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട്. അങ്ങനെ ഇതാണ് ഫബിയുടെ വീടും കാര്യങ്ങളും. ഇനി അടുത്ത വീഡിയോയിൽ പിന്നെ വീട്ടിലെ ആളുകളെല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം. അത് കഴിഞ്ഞ് കല്യാണത്തിന് ഒരു വിൻറ്റേജ് ഡേ വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഫബി ഞങ്ങളുടെ കല്യാണ സാരി, 25 വർഷങ്ങൾ പഴക്കമുള്ള നമ്മുടെ കല്യാണ സാരികളൊക്കെ എടുത്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഫബിയുടെ അനിയത്തിനെയും കുട്ടീനായിട്ട് ഫബിയുടെ അനിയത്തിയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.